ഭഗവാന്റെ രൂപം സച്ചിദാനന്ദ രൂപമാണ്, ആധ്യാത്മിക രൂപമാണ്. നമ്മുടെ ശരീരം പോലെയല്ല ഭഗവാന്റെ ശരീരം. ഭഗവാന്റെ ആത്മാവും ഭഗവാന്റെ ശരീരവുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഭൗതികമാണ്, നമുക്കും ആത്മീയ ശരീരമുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ആ ഒരു ആത്മീയ ശരീരത്തിൻ്റെ അനുഭൂതി നമുക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും ഭഗവാന്റെ ശരീരം നമ്മളുടെ ശരീരം പോലെ തോന്നുമെങ്കിലും നമ്മുടെ ശരീരം പോലെയല്ല ഭഗവാന്റെ ശരീരം. നമ്മുടെ ശരീരം നശ്വരമാണ്, ഭഗവാന്റെ ശരീരം നശ്വരമല്ല. അന്നേരം നമ്മൾ നോക്കുമ്പോൾ കുട്ടിക്കാലം മുതലേ ഭഗവാന്റെ ശരീരം ഭഗവാനും ബാലരൂപത്തിൽ നിന്ന് യൗവനാവസ്ഥയിലേക്ക് വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണും. അതെല്ലാം ഭഗവാന്റെ ലീലയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ പ്രവൃത്തികളെല്ലാം ലീല എന്ന് പറയുന്നത്. നമ്മുടെ പ്രവൃത്തികൾ ആരും ലീല എന്ന് പറയത്തില്ല. കാരണം നമ്മുടെ പ്രവൃത്തികളെല്ലാം കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഭഗവാൻ എല്ലാ കർമ്മങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന ഈശ്വരൻ. ശാസ്ത്രങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഭഗവാൻ നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഒന്നല്ല. നമ്മൾ ആത്മാവും അദ്ദേഹം പരമാത്മാവും. നമ്മൾ ബ്രഹ്മൻ, അദ്ദേഹം പരബ്രഹ്മൻ. എത്ര നമ്മൾ നിരീശ്വരവാദം പറഞ്ഞാൽ പ്രകൃതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെക്കാനിസം കാണാം, ഒരു പെർഫെക്റ്റ് ഒരു ബ്രെയിൻ അതിൻ്റെ പുറകിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഉണ്ട്. അന്നേരം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ ഒരു വലിയ അദൃശ്യമായിട്ടുള്ള പവർഫുൾ ഹാൻഡ് പ്രവർത്തിക്കുന്നു. അന്നേരം നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ വിജയവും ലഭിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫേർട്സും വേണം. അതുകൂടാതെ ഈ ഹയർ ഹാൻഡും പ്രവർത്തിക്കണം. ഭഗവാനെ സ്തുതിക്കണം, ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കണം, ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കണമെങ്കിൽ സംസ്കൃതം പോലും പര്യാപ്തമല്ല എന്നാണ് പറയുന്നത്. നാരായണീയത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അസ്പഷ്ടം, ഇത്രയും ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ചാലും അസ്പഷ്ടമാണ്, വർണ്ണിക്കാൻ കഴിയില്ല. ഇത്രയും മനോഹരമായിട്ടുള്ള സംസ്കൃത വ്യാകരണത്തിനോ ആ വിഭക്തികൾക്കോ എത്താൻ കഴിയുന്നില്ല ഭഗവാന്റെ അടുത്തേക്ക്. ഭഗവാൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താ? ഭഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ ശ്രിയ ജ്ഞാനവൈരാഗ്യോശ്ചൈവ ചന്ന ഭഗ ഇതി അംഗന. 6 തരത്തിലുള്ള ഐശ്വര്യം, ആരെയും ആകർഷിപ്പിക്കുന്ന ഈ 6 കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ആർക്കുണ്ടോ അതാണ് ഭഗവാൻ എന്ന് പറയും. ഏതാണ് ഈ 6 ഐശ്വര്യങ്ങൾ? ജ്ഞാനം, സമ്പത്ത്, കീർത്തി, ശക്തി, സൗന്ദര്യം. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതിനോടൊന്നും ആസക്തി ഇല്ലാത്ത വ്യക്തി. അന്നേരം ഇതെല്ലാം 6 പൂർണ്ണമായിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണനിലാണ്. ആ ഭഗവത്ഗീത വെറും 45 മിനിറ്റ് കൊണ്ട് സംസാരിച്ചതാണ്. 45 വർഷം കഴിഞ്ഞാലും 45 ജന്മങ്ങൾ കഴിഞ്ഞാലും അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യും. അത്രയ്ക്ക് പവർഫുള്ളാണ് ഭഗവത്ഗീത. ജ്ഞാനത്തിന്റെ കാര്യത്തിലായാലും കീർത്തിയുടെ കാര്യത്തിലായാലും 14 ലോകങ്ങളിലും എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും ആധ്യാത്മിക ജഗത്തിലും എല്ലായിടത്തും ഭഗവാന്റെ കീർത്തിയുണ്ട്. എല്ലാം കൊണ്ടും 6 ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ടുള്ളത് ഭഗവാനാണ്. ആ ഭഗവാന്റെ സാന്നിധ്യവും സാമീപ്യവും നമ്മൾ തിരിച്ചറിയണം, അനുഭവിച്ചറിയണം. നമ്മൾ ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടും ഈശ്വരനെ തൊട്ടറിഞ്ഞില്ലെങ്കിൽ, ഈശ്വര അനുഭൂതി ഇല്ലെങ്കിൽ നമ്മളും നിരീശ്വരമല്ല. നമ്മൾ ഹൃദയത്തിൽ ഭഗവാന്റെ സാന്നിധ്യവും സാമീപ്യവും തൊട്ടറിയാൻ പറ്റിയില്ലെങ്കിൽ, അനുഭവിച്ചറിയാത്ത സത്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് അത് ഏറ്റവും വലിയ വഞ്ചനയാണ്. ആരോട്? നമ്മളോടും ഈശ്വരൻ. നമ്മുടെ അമ്മ ആരാണെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ ആ സാന്നിധ്യം സാമീപ്യം കൊണ്ട് തന്നെ അമ്മയെ തിരിച്ചറിയും. പക്ഷെ അച്ഛൻ ആരാണെന്ന് അമ്മ പറഞ്ഞെങ്കിലേ പറ്റൂ. ഇതേപോലെ തന്നെയാണ് വേദങ്ങളുടെ വാക്യങ്ങളൊക്കെ. വൈദിക ഗ്രന്ഥങ്ങൾ, വേദശാസ്ത്രങ്ങൾ, അവരുടെ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. ആ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് എങ്ങനെയാണോ അമ്മ നമ്മളോട് പറഞ്ഞു തരുന്നത്, ഇതാണ് മോനെ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു തരുന്നത് പോലെ വേദവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈശ്വരൻ ആരാണ്. വേറെ ഒരു വഴിയുമില്ല. സർവകർമാണ്യപി സദാ കുർവാണോ മത് വ്യാപാശ്രയ. ഏത് തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എൻ്റെ വിശുദ്ധ ഭക്തൻ എൻ്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതമായ എൻ്റെ ഭാവം പ്രാപിക്കും. ഭഗവാൻ പറയാ, ഭക്ത്യാമാമഭിജാനാതി. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ
എന്നെക്കുറിച്ച് പൂർണ്ണ ബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാം.